الحمد لله العزيز الحكيم الكريم المعبود نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم صدق الله العلي العظيم. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശരിയായ സ്വഭാവത്തിൽ പാലിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി സത്യവിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ അതീവ ജാഗ്രതയോടെ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ മുഖാന്തിരം അഥവാ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് പകർന്നുകൊടുത്ത സന്മാർഗ നിർദ്ദേശങ്ങൾ മുഖാന്തിരം അത് സ്വീകരിച്ച ജനവിഭാഗങ്ങളെയെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത കൂട്ടുകാരായും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ജനവിഭാഗങ്ങളായും അള്ളാഹു പരിഗണിച്ചിരിക്കുന്നു എന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആർ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിനനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കാനും ശ്രമിച്ചാൽ അവരെ എല്ലാവരുടെയും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. അല്ലാഹു വലിയുല്ലദീന ആമനു
യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. വിശ്വാസികളുടെ വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. അല്ലാഹു വിശ്വാസികളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ആനയിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. വലായ എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും വലായ എന്ന പദത്തിൽ നിന്ന് നിഷ്പദിക്കുന്ന വൽ എന്ന അടുപ്പമെന്ന അർത്ഥത്തിൽ വ്യവഹരിക്കപ്പെടുന്ന ഒരുപാട് പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളായി നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല സ്വഭാവത്തിലും ഇതിന് വലിയ ഔലിയ എന്നൊക്കെ പറയുന്ന പദപ്രയോഗങ്ങൾ പല സ്വഭാവത്തിൽ നമ്മുടെ സമൂഹം ഇന്ന് ആ പദപ്രയോഗങ്ങളെ മനസ്സിലാക്കാനും ആ പദപ്രയോഗങ്ങളെ തിരിച്ചറിയാനും ശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വലായയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് സ്വഭാവത്തിലുള്ള വലായയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും വിശ്വാസികളും തമ്മിലുള്ള വളരെ അടുത്തു നിൽക്കുന്ന ഒരു ബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ കൈകാര്യകർത്താവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ രക്ഷാധികാരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ സഹായിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയുടെ മിത്രമാണ് എന്ന സ്വഭാവത്തിൽ അല്ലാഹുവുമായി ബന്ധപ്പെട്ട് ഈ പദം പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്, വിശ്വാസികളും വിശ്വാസിനികളും അവർ പരസ്പരം ഔലിയാക്കന്മാരാകുന്നു. ആ ഔലിയാക്കന്മാർക്കുണ്ടായിരിക്കേണ്ട സ്വഭാവങ്ങളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും പിന്നീട് വിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെയുള്ള വിശ്വാസികളുടെ പ്രത്യേകത യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. വയുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത്, നമസ്കാരം നിലനിർത്തുന്നു, സകാത്ത് കൊടുക്കുന്നു. വയുതീഊന അല്ലാഹ വറസൂലഹു, അങ്ങനെ അവർ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വളരെ സംതൃപ്തിയോടുകൂടി അനുസരിച്ച് അവരെ അനുധാവനം ചെയ്യുന്നു എന്നൊക്കെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. വിശ്വാസികളും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലായ എന്ന പദം അല്ലെങ്കിൽ ഔലിയ എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകമായ ആ ബന്ധത്തെയും ആ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിശുദ്ധ ഖുർആൻ ഈ പ്രയോഗം ഒരുപാട് സ്ഥലങ്ങളിൽ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ രണ്ട് സ്വഭാവത്തിൽ വിശുദ്ധ ഖുർആൻ ഈ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. വിശ്വാസികൾ എല്ലാവരും തന്നെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മമിത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ ഒന്നാമതായി ആ പ്രയോഗം തന്നെ ഇസ്ലാമിനെ മറ്റു മതങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്ന മറ്റൊരു അടിസ്ഥാനത്തെ അടിവരയിടുന്നുണ്ട്. അഥവാ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സാമീപ്യം ശ്രദ്ധിക്കാൻ ഏത് മനുഷ്യനും സാധിക്കും. ഇവിടെ കഴിഞ്ഞ 4-5 ഖുതുബകളിലൂടെ വിശ്വാസികളും തമ്മിലുണ്ടായിരിക്കേണ്ട ഒരുപാട് ബന്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. വിശ്വാസികൾ എല്ലാവരും തന്നെ ഖലീഫ എന്ന അർത്ഥത്തിൽ ഒരേ സമതലത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ഏതൊരു മനുഷ്യനും അള്ളാഹുവുമായി ഏറ്റവും അടുക്കാനും അള്ളാഹുവിന്റെ സാമീപ്യം ശ്രദ്ധിക്കാനും സാധിക്കുമെന്ന് പറയുമ്പോൾ മറ്റു പല മതങ്ങളിലും മനുഷ്യ സമൂഹത്തിനിടയിൽ അള്ളാഹുവിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യവർത്തി എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. എന്നാൽ ഇസ്ലാം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി എന്റെ അടിമ എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കുകയാണ് എങ്കിൽ ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅനി, ഞാൻ മനുഷ്യരുടെ സമീപമുള്ളവനാണ്. മനുഷ്യരുടെ സമീപമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ എന്നെ അന്വേഷിച്ചുകൊണ്ട്
എന്റെ വഴികൾ തേടിക്കൊണ്ട് എന്റേതായ സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു മനുഷ്യനും എന്നെ സമീപിക്കാം. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅനി. ആരാണോ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവന് ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ് ഞാൻ, അങ്ങനെ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കുക എന്നത്, അള്ളാഹുവിന്റെ വലിയായി മാറുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത ലക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നാം അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളെയും നമുക്ക് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ യുക്തിയുടെ അടിസ്ഥാനത്തിലോ പരിഹരിച്ചു കളയാമെന്നൊരു മനുഷ്യനും ധരിക്കേണ്ടതില്ല. കാരണം അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ എന്ന് പറയുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ നയിക്കും. അങ്ങനെയുള്ള ഒരു രക്ഷാധികാരിയാണ്, ഒരു സഹായിയാണ്, മനുഷ്യന്റെ മിത്രമാണ്, മനുഷ്യനോട് വിശ്വാസികളോട് അടുത്തു നിൽക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രശ്നങ്ങൾ, അവന്റെ പ്രയാസങ്ങൾ, അവന്റെ വിഷമങ്ങൾ, ഏതൊരു പ്രയാസവും ഏതൊരു വിഷമവുമാണെങ്കിലും അതിന്റെ പരിഹാരത്തിന് വെറും ഭൗതിക നിയമങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ പരിഹരിച്ചു കളയാമെന്നത് തെറ്റായ ഉദ്ധാരണയാണ്. മറിച്ച് അതിനാവശ്യം അള്ളാഹുവുമായുള്ള സാമീപ്യമാണ്. നമ്മൾ കരുതും ഏറ്റവും നല്ല പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പഠനത്തിൽ പാസ്സാവുക എന്നത് ഭൗതികമായ നിയമം അനുസരിച്ചുകൊണ്ട് ശരിയാണ്. പക്ഷെ അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. കാരണം പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളവും എക്സാമിനേഷൻ ഹാളിൽ ഒരു തലവേദന അവനെ പിടികൂടാതിരിക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. നേരത്തെ തന്നെ എനിക്ക് ഇത്ര മണിക്ക് തലവേദന ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല. അപ്പൊ നന്നായി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ ഹാളിൽ അവൻ അസ്വസ്ഥമാക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായാൽ അത് മതി ഒരാളുടെ പരീക്ഷയിൽ ഒരാൾ പരാജയപ്പെടാം. എല്ലാവർക്കും മനസ്സിലാവുന്ന ലളിതമായ ഒരു ഉദാഹരണം. ഇങ്ങനെ ജീവിതത്തിന്റെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ. നമ്മളെല്ലാ കണക്കുകൂട്ടലും അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം, അള്ളാഹുവിൻ്റെതായ അള്ളാഹുവിനോടുള്ള അടുപ്പത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകമായ പരിഗണന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. ഈ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയായി മാറുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഈ വിലായത്തിന്റെ, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള നമ്മുടെ ഈ ബന്ധത്തിന്റെ മാനദണ്ഡം എന്താണ്? പണ്ഡിതന്മാർ പല സ്വഭാവത്തിൽ അത് വിശദീകരിക്കുകയുണ്ടായി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ വലിയുകൾക്ക് അവർ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ. അള്ളാഹുവുമായുള്ള മനുഷ്യൻ സാമീപ്യം സിദ്ധിക്കുന്നതിന്റെ, അള്ളാഹുവുമായി മനുഷ്യൻ ഏറ്റവും അടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഈമാനും തഖ്വയുമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹി അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, അൽ മിഗ്യാറുല്ലദി തഅരിഫു ബിഹി സിഹത്തുൽ വിലായത്ത്. അള്ളാഹുവുമായുള്ള ഈ സാമീപ്യത്തെ, അള്ളാഹുവുമായുള്ള ഒരു മനുഷ്യന്റെ ബന്ധത്തെ, ആ ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഹുവ അൻ യകൂന ആമിലൻ ബി കിതാബില്ലാഹി വ ബി സുന്നതിഹി. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് റസൂലിന്റെ സുന്നത്തനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കലാണ്. അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാനുള്ള മാനദണ്ഡം അതാണ്. അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് റസൂലിന്റെ സുന്നത്തനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ്. എങ്ങനെ ജീവിക്കണം? മുഅസ്സിറൻ ലഹുമാ അലാ കുല്ലി ഷൈഇൻ. ഈ രണ്ട് സംഗതിയുടെയും, റസൂലിന്റെ സുന്നത്തിന്റെയും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെയും പ്രതിഫലനം, അതിന്റെ അടയാളങ്ങൾ അലാ കുല്ലി ഷൈഇൻ, നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും അത് പ്രതിഫലിക്കണം. അള്ളാഹുവിന്റെ കിതാബിൽ നിങ്ങൾ ചതി നടത്തരുത് എന്ന് പറയുമ്പോൾ അത് അവഗണിച്ചുകൊണ്ട് ചതി നടത്തുന്ന ഒരു കച്ചവടക്കാരന് നമസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ വരിയാകാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ
നിങ്ങൾ പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത്, നിങ്ങൾ മനുഷ്യന്മാരെ ശകാരിക്കരുത് എന്ന് പറയുമ്പോൾ അത് അവഗണിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരുപാട് ആരാധനകളിലൂടെ അള്ളാഹുവിന്റെ വലിയാകാൻ സാധ്യമല്ല. മഹാനായ ഇമാം ഷൗക്കാനി രേഖപ്പെടുത്തുകയാണ്, നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെയും പ്രതിഫലനം ഉണ്ടാകണം. വഫീ കുല്ലി ശുഊനിഹി, അതുപോലെ തന്നെ ജീവിതത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഫഇദാ സാഗ അൻഹുമാ സാഗത് അൻഹു വിലായതുഹു. നമ്മുടെ ജീവിതത്തിൽ ഈ അടയാളം എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ, നമ്മൾ വീടുണ്ടാക്കുമ്പോൾ, നമ്മൾ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, മാതാപിതാക്കളോട് പെരുമാറുമ്പോൾ, അയൽക്കാരോട് പെരുമാറുമ്പോൾ, ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങളിൽ ഇവിടെ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ കിതാബിന്റെയും റസൂലിന്റെ സുന്നത്തിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചു പോയാൽ ഫഇദാ സാഗ അൻഹുമാ സാഗത് അൻഹു വിലായതുഹു, അതോടുകൂടി അള്ളാഹുവിന്റെ രക്ഷാകർത്തൃത്വം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് മഹാനായ ഇമാം ഷൗക്കാനി രേഖപ്പെടുത്തുകയാണ്. ഇമാം ഇബ്നു തൈമിയ്യയുടെ അഭിപ്രായത്തിൽ വലൈസ ലില്ലാഹി വലിയ്യുൻ ഇല്ലാ മൻ ഇത്തബഅഹു ബാത്തിനൻ വലാഹിറൻ, പരസ്യമായും രഹസ്യമായും പ്രകടമായും പ്രത്യക്ഷമായും പരോക്ഷമായും അള്ളാഹുവിനെ പിൻപറ്റുന്ന ഒരാൾക്കല്ലാതെ അള്ളാഹുവിന്റെ വിലായത്ത് ലഭ്യമല്ല. വൽതസമ തഅതഹു ഫീമാ ഫറള അലൽ ഖൽഖി മിൻ ആദാഇൽ വാജിബാതി വതർക്കിൽ മഹ്റൂമാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന നിർബന്ധകരമായ കർമ്മങ്ങൾ പൂർണ്ണമായും അനുഷ്ഠിക്കുകയും ഹറാമാക്കിയ കർമ്മങ്ങൾ മുഴുവൻ വെടിയുകയും ചെയ്യാത്ത കാലത്തോളം ഒരു മനുഷ്യനും അള്ളാഹുവിന്റെ വിലായത്ത് സിദ്ധിക്കുകയില്ല. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുകയാണ്, അൽ മുറാദു ബി വലിയില്ലാഹി അൽ മവാദിബു അലാ തഅതിഹിൽ മുഖ്ലിസു ഫി ഇബാദിഹി. അള്ളാഹുവിന്റെ വിലായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മവാദിബു അലാ തഅതിഹി, വിട്ടുവീഴ്ചയില്ലാതെ അള്ളാഹുവിനെ അനുസരിക്കലാണ്. വിട്ടുവീഴ്ചയില്ലാതെ അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷഹ്വാത്ത്, ആഗ്രഹങ്ങളുണ്ട്. ഖുലിഖൽ ഇൻസാനു അജൂല, മനുഷ്യൻ ധൃതിയുള്ളവനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് ഈ ദുനിയാവ് അലങ്കൃതമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ, ദുനിയാവിന്റെ പിന്നാലെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും റസൂലിന്റെ സുന്നത്തിൽ നിന്നും മനുഷ്യൻ വ്യതിചലിച്ചു പോകും. ഇങ്ങനെ വ്യതിചലിക്കാതെ വിട്ടുവീഴ്ചയില്ലാതെ അള്ളാഹുവിനെ അനുസരിക്കുക, അൽ മുഖ്ലിസു ഫീ ഇബാദത്തിഹി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലും നിഷ്കളങ്കത ഉണ്ടായിരിക്കുക, മറ്റൊരു താല്പര്യവും ഉണ്ടാകാതിരിക്കുക. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിലായത്ത് ഉണ്ടാവുക. മഹാനായ ഇബ്നു റജബ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഫളഹറ ബിസാലിക അന്നഹു ലാ തരീഖ തവസ്സുല ഇല തഖർറുബി ഇലല്ലാഹി വ വിലായതിഹി വ മഹബ്ബതിഹി സിവാ ത്വാഅതിഹി അല്ലതി ശറഅഹാ അലാ ലിസാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാൻ, അള്ളാഹുവിന്റെ വലിയായി മാറാൻ, അള്ളാഹുവിന്റെ സ്നേഹനിധിയായ ഒരു ദാസനായി മാറാൻ അവന്റെ മുമ്പിൽ ഒരു മാർഗവുമില്ല. സിവാ തഅതിഹി അല്ലതി ശറഅഹാ അലാ ലിസാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ നാവിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്ന പോലെ നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നതല്ലാത്ത മറ്റൊരു മാർഗവുമില്ല. ഫമൻ ഇദ്ദഅ വിലായതഹു വതഖറബ ഇലൈഹി വമഹബ്ബതിഹി ബിഗൈരി ഹാദിഹി തരീഖി തബയ്യന അന്നഹു കാസിബുൻ ഫീ ദഅവാഹു. ആരെങ്കിലും പറയുകയാണ്, ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, എനിക്ക് നിസ്കരിക്കാതെ വലിയാകാൻ പറ്റുമോ, എനിക്ക് മനുഷ്യന്മാരുമായി ഉള്ള ബന്ധം തകർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മനുഷ്യനാകാൻ പറ്റും, ഇങ്ങനെ ആരെങ്കിലും വാദിക്കുകയാണ് എങ്കിൽ അവൻ അവന്റെ വാദത്തിൽ കളവ് പറയുന്നവനാണ് എന്ന് മഹാനായ ഇബ്നു റജബ് രേഖപ്പെടുത്തുകയാണ്. ബനൂ ഇസ്രായേൽ സന്തതികൾ അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ജനവിഭാഗങ്ങളാണ്, അഹിബ്ബാഹു അബ്നാഉ, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളും അള്ളാഹുവിന്റെ പുത്രന്മാരുമാണ് ഞങ്ങളെന്ന് ബനൂ ഇസ്രായേൽ വാദിച്ചിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ വാദത്തെ നിരാകരിക്കുകയുണ്ടായി. കാരണം അവർ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചില്ല. കാരണം ജീവിതത്തിൽ മുഴുവനും തന്നെ വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ അവർ തിന്മ ചെയ്തു എന്ന് മാത്രമല്ല, കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, അവർ അനുഷ്ഠിക്കുകയായിരുന്ന തിന്മ തടയാൻ പോലും അവർ സന്നദ്ധമായില്ല.
അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ജനവിഭാഗങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്, അഹിബാക്കന്മാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ പുത്രന്മാരാണ് എന്നൊക്കെ അവർ വാദിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെയൊക്കെ നിരാകരിക്കുകയാണ്. ഇവിടെ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാൻ ഒരേ ഒരു മാർഗമേ മനുഷ്യരുടെ മുമ്പിലുള്ളൂ. അത് തഖ്വയും ഈമാനുമാകുന്നു. അഥവാ തഖ്വയുടെയും ഈമാനിന്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കലാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ചില അധ്യാപനങ്ങൾ പ്രസക്തമാകുന്നത്. നമ്മുടെ ജീവിതത്തെ തഖ്വയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അള്ളാഹുവിനെ സ്മരിക്കുക. അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിന്റെ വിനീത ദാസനാണ് എന്ന് നമ്മൾ അടിക്കടി ഓർമ്മിക്കുകയും ചെയ്യുക അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പോഴാണ്. അള്ളാഹുവിന്റെ റസൂൽ തന്നെ നമ്മോട് പറയുകയുണ്ടായി, അലൈക ബി കസ്റത്തി സുജൂദ്, നിങ്ങൾ കൂടുതൽ കൂടുതൽ സുജൂദ് ചെയ്യണം. കാരണം എന്താണ്? ഫഇന്നക ലൻ തസ്ജുദ ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജതൻ വഹത്ത അൻക ബിഹാ ഖതീഅത. അള്ളാഹു ഒരിക്കലും തന്നെ നിങ്ങളൊരു സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദിന്റെ ഫലം അള്ളാഹു നിങ്ങൾ ഉയർത്തും. സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാഹ്യാർത്ഥത്തിലുള്ള സുജൂദല്ല. ഞാൻ അള്ളാഹുവിന്റെ വിനീത ദാസനാണ്, എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഒന്നും സംഭവിക്കാതിരിക്കണമെന്ന ബോധത്തോടുകൂടി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോഴുണ്ടാകുന്ന സുജൂദ്, ആ സുജൂദ് ഒരു മനുഷ്യനെ ഉയർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. റസൂലിന്റെ തന്നെ ഒരു വേലക്കാരനായി റസൂലിനെ സേവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് ഉദ്ധരിക്കപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വദൂ ചെയ്യാൻ ആവശ്യമായ വെള്ളമൊക്കെ തയ്യാറാക്കി കൊടുക്കുകയും റസൂലിനെ സേവനം ചെയ്യുന്നതിൽ, സേവിക്കുന്നതിൽ മനസ്സംതൃപ്തി അടയുകയും ചെയ്ത ഒരാളായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറയുന്നുണ്ട്, റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചുകൊള്ളുക, സൽനി ഫഖുൽതു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒന്നിച്ച് താമസിക്കണം, സഹവസിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. റസൂൽ ചോദിച്ചു, ഇതല്ലാത്ത മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അദ്ദേഹത്തിന് മറുപടി, ഇതല്ലാത്ത മറ്റൊന്നും ചോദിക്കാനില്ല, ഇത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഖുൽതു ഹുവ ദാക്, അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ. റസൂലിന്റെ മറുപടി, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, എന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കഴിച്ചു കൂട്ടണമെങ്കിൽ നിനക്കുള്ള ഒരേ ഒരു മാർഗം, നീ സുജൂദുകൾ അധികരിപ്പിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക. അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിനെ സുജൂദ് ചെയ്തിട്ടും അള്ളാഹുവിനെ ആ അർത്ഥത്തിൽ ഭയപ്പെട്ടും ജീവിക്കുക. അപ്പോൾ നിനക്ക് എന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരിടം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്. റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനും അള്ളാഹുവിന്റെ സഹായം ലഭിക്കും. അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കുള്ള ഏറ്റവും തെറ്റായ ഒരു തെറ്റിദ്ധാരണ, അള്ളാഹുവിന്റെ സഹായം ചില പ്രത്യേകമായ ദർജയിലുള്ള ആളുകൾക്കാണ് കിട്ടുക. തീർച്ചയായും മനുഷ്യൻ അവന്റെ ഈമാനിന്റെ ഏറ്റക്കുറവിനനുസരിച്ചുകൊണ്ട്, മനുഷ്യന്റെ കർമ്മങ്ങളുടെ ഏറ്റക്കുറവിനനുസരിച്ചുകൊണ്ട് മനുഷ്യന്റെ ദർജകളിലും മാറ്റമുണ്ടാകും. പക്ഷെ ഏതൊരു മനുഷ്യനും ഈമാനും തഖ്വയുമുള്ളവനാണെങ്കിൽ, വിശ്വാസവും തഖ്വയുമുള്ളവനാണെങ്കിൽ, എന്താണ് വിശ്വാസം, എന്താണ് തഖ്വ, ഒരുപാട് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. തഖ്വ എന്ന് പറഞ്ഞാലും വിശ്വാസം എന്ന് പറഞ്ഞാലും അത് നമുക്കൊരു മനുഷ്യന്റെ ബാഹ്യമായ ശരീരത്തെ നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ വേഷത്തിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിലാണ് തഖ്വ ഉണ്ടാവുക. ആ തഖ്വ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും തഖ്വയുടെയും ഈമാനിന്റെയും പ്രവർത്തനം സൽക്കർമ്മങ്ങളാണ്. സൽക്കർമ്മങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ സൽക്കർമ്മങ്ങൾ, ആ അർത്ഥത്തിലുള്ള ഒരു മനുഷ്യന്റെ പ്രവർത്തനം അയാളെ അള്ളാഹുവിന്റെ വലിയാക്കും എന്ന് മാത്രമല്ല, പ്രതിസന്ധികളിൽ ആ മനുഷ്യനെ സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വളരെ പ്രസിദ്ധമായ വളരെ ദൈർഘ്യമുള്ള ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വഅൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് അബൂ അബ്ദുറഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറയുകയാണ്, ഇൻതലഖ സലാസത്തു നഫരി മിമ്മൻ കാന ഖബലകും, വലിയ ഹദീസാണ്. നിങ്ങളുടെ മുമ്പ് മൂന്നാൾ ഒരു യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ടപ്പോൾ, ഹദീസ് ചുരുക്കി വിശദീകരിക്കുകയാണ്, യാത്ര പുറപ്പെട്ടപ്പോൾ പെട്ടെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഗുഹയിൽ അഭയം തേടേണ്ടി വന്നു. അങ്ങനെ ഒരു ചെറിയ ഗുഹയിൽ അഭയം തേടിയപ്പോൾ ഒരു കല്ല് വന്നിട്ട് ആ ഗുഹയുടെ വാതിൽ മൂടിപ്പോയി.
സ്വാഭാവികമായും അവർ ആലോചിച്ച് എന്ത് ചെയ്യും? അവർക്ക് ആ കല്ല് തട്ടി മാറ്റാൻ ആവശ്യമായ കരുത്തില്ല. അവർ തീരുമാനിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ തന്നെ ആലോചിച്ചുകൊണ്ട് അവസാനം അവർ തീരുമാനിച്ചു, ഈ കല്ലിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ ഗുഹയുടെ വാതിൽ തുറക്കാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഓർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ മൂന്നാളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. മൂന്നാളുകളും പ്രാർത്ഥിച്ചപ്പോൾ മൂന്നാളുകളും പറഞ്ഞ വിഷയമാണ് ഇവിടെ വളരെ പ്രസക്തം. ഈ മൂന്നാളുകളുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ഒന്നാമത്തെ ആൾ പറയുന്ന പ്രാർത്ഥന, അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ കാനലി അബവാനി ശൈഖാനി കബീറാൻ. എനിക്ക് 2 പിതാക്കന്മാരുണ്ടായിരുന്നു, എനിക്ക് എന്റെ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നു, എന്റെ മാതാവും പിതാവും ഉണ്ടായിരുന്നു. അവർ വയസ്സായ ആളുകളായിരുന്നു. പക്ഷെ ഞാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പരിഗണിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് കൊടുത്തിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കൂ, എന്റെ വേലക്കാർക്ക് പോലും അവർക്ക് കൊടുത്തിട്ടേ കഴിക്കൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പക്ഷേ ഒരു ദിവസം ഞാൻ പാല് കറന്ന് അവർക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവരുറങ്ങുകയായിരുന്നു. അവരെ വിളിച്ചുണർത്തി ശല്യപ്പെടുത്താൻ എന്റെ മനസ്സ് എന്നെ അനുവദിച്ചില്ല. ഞാൻ അതുകൊണ്ട് പക്ഷെ അവർക്ക് മുമ്പ് ഭക്ഷണം കഴിക്കാൻ എനിക്ക് എന്റെ മനസ്സ് അതിനും എന്നെ സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ ആ പാൽപാത്രവുമായി അവർ ഉറക്കം തെളിയുന്നത് വരെ കാത്തിരുന്നു. അവർ പറയുകയാണ്, അങ്ങനെ അവർ ഉറക്കം തെളിയുന്നത് ഞാൻ കാത്തിരുന്നു. എന്നിട്ട് അവരെ ശല്യപ്പെടുത്താതെ അവർക്ക് ഉറക്കം തെളിഞ്ഞപ്പോൾ മാത്രം അവർക്കത് കൊടുക്കുകയും അതിനുശേഷം ഞാൻ ആഹരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുകയാണ്, അല്ലാഹുവേ, ഞാനിത് ചെയ്തിരിക്കുന്നത് നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഞാനിത് ചെയ്തിരിക്കുന്നത് നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനിത് ചെയ്തതൊരു സാലിഹായ അമലാണെങ്കിൽ നീ ഈ ഗുഹയുടെ വാതിൽ ഒന്ന് തുറന്നു തരണം. അത് പറഞ്ഞപ്പോൾ ആ പാറ അല്പം നീങ്ങി. പക്ഷെ അവർക്ക് എല്ലാവർക്കും പുറത്തു കടക്കാൻ മാത്രം നീങ്ങിയില്ല. രണ്ടാമത്തെ ആൾ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു. ഒന്നാമത്തെ ആൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക ഫഫർജിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ. നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്തത്, അതുകൊണ്ട് ഇതൊന്ന് നീക്കി തരണമെന്ന് പറഞ്ഞ് അല്പം നീങ്ങി. രണ്ടാമത്തെ ആൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നഹു കാനത് ലി ഇബ്നതു അമ്മി കാനത് അഹബ്ബൻ നാസി ഇലയ്യ. എനിക്കൊരു പിതൃവ്യ പുത്രി ഉണ്ടായിരുന്നു, എനിക്കൊരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. അവളോട് എനിക്ക് അങ്ങേയറ്റത്തെ പ്രേമമായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചെങ്കിലും അവൾ ഇതിന് സമ്മതിച്ചില്ല. ഒരു ദിവസം അവൾക്ക് കഷ്ടപ്പാടുണ്ടായി, പ്രയാസമുണ്ടായി. അവൾക്ക് സാമ്പത്തിക സഹായം തേടേണ്ടി വന്നു. അവൾ എന്റെ സഹായം തേടി. ഞാൻ അവൾക്ക് 120 ദീനാർ അവൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിന്റെ ഈ തടസ്സം നീങ്ങണം. അങ്ങനെ ഞാൻ ഒരു ദിവസം അവൾക്ക് പണം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം അവളുമായി അവിഹിത വേഴ്ചയിലേർപ്പെടാൻ ഞാൻ ഉദ്യമിക്കുകയും ചെയ്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. വലാ തഫുസ്സൽ ഖാതമ ഇല്ലാ ബിഹഖ്ഖിഹി. നീ ഒരിക്കലും തന്നെ ഒരു സ്ത്രീയുടെ ചാരിത്രം തെറ്റായ രൂപത്തിൽ ഒരു ചാരിത്രത്തിന് ഭംഗം വരുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഉപേക്ഷിച്ചു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക് ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി. ഞാനിത് ചെയ്തത് നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് നീ ഈ ഗുഹയുടെ വാതിൽ തുറന്നു തരണം. പാറ ഒന്നുകൂടി നീങ്ങി. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ഒരുപാട് ആളുകളെ വേലക്ക് വെച്ചിരുന്നു, സേവകന്മാരെ നിയോഗിച്ചിരുന്നു. അങ്ങനെ വെച്ചപ്പോൾ എല്ലാവർക്കും ഞാൻ കൂലി കൊടുത്തപ്പോൾ ഒരാൾ മാത്രം കൂലി വാങ്ങിയില്ല, അയാൾ പോയി. അപ്പോൾ ഞാൻ കരുതി അയാളുടെ പണം എന്റെ കയ്യിലുള്ള ഒരു അമാനത്താണ്, അത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടു. അങ്ങനെ ഒരുപാട് പണം ഞാൻ ഉണ്ടാക്കി. കുറെ കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളോട് ഇപ്പൊ പണിയെടുത്തതിന്റെ പൈസ എനിക്ക് തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നിന്റെ പൈസ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യമാണ്, നീ ഇതെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണ്? ഞാൻ പറഞ്ഞു, അല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അയാൾ അതെല്ലാം എടുത്തു. എന്നിട്ട് അയാൾ പറയുകയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഞാനിത് ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഇബ്തിഗാ വജ്ഹിക്, നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് നീ ഈ പാറ ഒന്ന് നീക്കിത്തരണം. അതോടുകൂടി പാറ പൂർണ്ണമായും നീങ്ങിയെന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം, 3 സംഭവങ്ങൾ, 3 ആളുകളുടെ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ, ഈ 3 മനുഷ്യരും അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചു. അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു മറുപടി നൽകി. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മീയമായ ഔന്നത്യത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യരുമായി നമ്മൾ ഇടപെടുമ്പോൾ ഉണ്ടാകേണ്ട സൂക്ഷ്മമായ നിർദ്ദേശങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിക്കുകയുണ്ടായി. ഈ മൂന്ന് മനുഷ്യരും തങ്ങളകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ മൂന്ന് സംഭവങ്ങളും മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ അവർ പാലിച്ച സൂക്ഷ്മതയെ, ആ സൂക്ഷ്മതയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ തഖ്വയെ പ്രതിഫലിപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ് മൂന്നാളുകളുടെയും പ്രവൃത്തി. ഒരാൾ മാതാപിതാക്കളുള്ള ബന്ധത്തിൽ, മറ്റൊരാൾ പരസ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ, മൂന്നാമത്തെ ഒരാൾ തൊഴിലാളിയുമായുള്ള ഇടപാടിൽ. ഈ മൂന്നാളുകളുടെയും ഈ അർത്ഥത്തിലുള്ള സാമീപ്യം പ്രവർത്തനം, ഇതാണ് യഥാർത്ഥത്തിൽ തഖ്വ. തഖ്വയുടെ ഏറ്റവും കൃത്യമായ ഒരു ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷിച്ചു. ഇതാണ് അള്ളാഹുവിന്റെ വലിയായ ഒരു മനുഷ്യൻ മാറുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ഫലം. ഇങ്ങനെ വലിയാകണമെങ്കിൽ ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാൻ നമ്മൾ ദിക്റുകളും ദുആകളും നമസ്കാരവും നവാഫിലുകളും അതുപോലെ തന്നെ നോമ്പുകളും മറ്റുമൊക്കെ അധികരിപ്പിക്കുമ്പോൾ അതോടൊപ്പം തന്നെ മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ എവിടെയെങ്കിലും പിഴവില്ലാതിരിക്കാനുള്ള സൂക്ഷ്മത നമുക്കുണ്ടാകണം. ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യനെ കുറിച്ച്. പലതവണ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസാണ്. ഒരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ആ മനുഷ്യൻ ജടപിടിച്ച മുടിയുള്ള ഒരു മനുഷ്യനാണ്. യാത്ര നടന്ന് ക്ഷീണിച്ചതിന്റെ അടയാളമായി അയാളുടെ തലയിലെ മുടി ഇങ്ങനെ പൊടി പുരണ്ടിട്ടുണ്ട്, മുഖം വികൃതമായിട്ടുണ്ട്. അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അയാൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടാകാം. അയാളുടെ ശരീരം തന്നെ ക്ഷീണിച്ചൊരവസ്ഥയിലാണ്. അയാൾ യാത്ര ചെയ്തതിന്റെ അടയാളങ്ങൾ അയാളുടെ മുഖത്തുണ്ട്. അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പക്ഷേ വമത്അമുഹു ഹറാം, അവൻ സമ്പാദിച്ച അവന്റെ ആഹാര പദാർത്ഥങ്ങൾ അന്യായമായിട്ടാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വ മശ്റബുഹു ഹറാം, അവനുണ്ടാക്കിയ പാനീയങ്ങൾ അന്യായമായിട്ട് അവൻ ഉണ്ടാക്കിയതാണ്. അവൻ ധരിക്കുന്ന വസ്ത്രം ഹറാമിലൂടെയാണ് അവൻ സമ്പാദിച്ചിരിക്കുന്നത്. വഉസിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്. ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുക? രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പരസ്പരം ബന്ധിപ്പിച്ചു നോക്കുക. ഒരു ഭാഗത്തൊരു മനുഷ്യൻ, അയാളുടെ ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്, അയാളുടെ രൂപവും വർണ്ണവും കോലവും ഒക്കെ കാണുമ്പോൾ അയാൾ വലിയ ഭക്തനാണ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അയാൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല, അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയുകയാണ്. കാരണം അയാളുടെ സമ്പാദ്യം ഹറാമാണ്. അയാളുടെ ശരീരവും വസ്ത്രവും അയാളുടെ ഭക്ഷണവും പാനീയവും വീടും കച്ചവടവും കൃഷിയിടവും എന്ന് വേണ്ട സകലതും അയാൾ സമ്പാദിച്ചിരിക്കുന്നത് മറ്റു മനുഷ്യരുടെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടാണ്. അയാൾ എത്ര വലിയ ഭക്തിയുടേതായ രൂപഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും കാര്യമില്ല, അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ പോകുന്നില്ല. മറ്റു മൂന്നാൾ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിൽ, ഏറ്റവും ചുരുങ്ങിയത് രണ്ടാമത്തെ ആൾ പറഞ്ഞതൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ശരീരേച്ഛയും ഒരു മനുഷ്യനെ പ്രതിസന്ധിയിലാക്കുമെന്ന് 100% ഉറപ്പുള്ള ഒരു സന്ദർഭത്തിൽ ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നൊരു സ്ത്രീ പറയുമ്പോൾ അവിടെ പാലിച്ചൊരു സൂക്ഷ്മത, അതാണ് ഒരു മനുഷ്യനെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വലായയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ വിലായത്ത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രക്ഷാധികാരത്തെക്കുറിച്ച്, സഹായത്തെക്കുറിച്ച്, നമ്മൾ അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളാകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തഖ്വയും ഈമാനുമുള്ള ജീവിതമായി മാറിത്തീരുക എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഈ സ്വഭാവത്തിൽ തഖ്വയും ഈമാനും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പിന്നെ ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് പിന്നെ ഒരു ആളുടെയും സഹായം ആവശ്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. കാരണം നിങ്ങൾ അല്ലാഹുവിന്റെ വലിയാവുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഔലിയ ആവുകയാണ്. ഈ സ്വഭാവത്തിൽ അല്ലാഹുവിന്റെ ആത്മമിത്രങ്ങളായി മാറാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. വിശ്വാസികളും തമ്മിലുള്ള വലായ, അതിന്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് സൂചിപ്പിക്കും. അള്ളാഹുവുമായുള്ള ഈ സ്വഭാവത്തിലുള്ള ഒരു ആത്മബന്ധം വളർത്തിയെടുക്കുക എന്നതാണ്
നമ്മുടെ ഈമാനിന്റെയും തഖ്വയുടെയും അടിസ്ഥാനം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.